ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 36 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. നിങ്ങൾ ആ 36 അധ്യായം വായിക്കുമ്പോൾ ഞാൻ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചിന്തിക്കുന്നത് മഹാപുരോഹിതൻ്റെ വേഷത്തെക്കുറിച്ചാണ്. മഹാപുരോഹിതന് അവിടെ പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും പ്രത്യേകമായ വേഷവിധാനങ്ങളുണ്ടായിരുന്നു. ഇവിടെ അഹ്റോൻ യേശുവിൻ്റെ ഒരു നിഴലായിട്ടാണ് മഹാപുരോഹിതനായി അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. മോശയും ദൈവത്താൽ വിളിക്കപ്പെട്ട പുരോഹിതനാണ്. അദ്ദേഹം അംശവസ്ത്രം ധരിക്കുകയോ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുകയോ ചെയ്തിട്ടില്ല. 99 സങ്കീർത്തനം 6 വാക്യത്തിൻ്റെ പുരോഹിതന്മാരിൽ മോശയും അഹ്റോനും എന്ന് പറയുന്നു. മോശയുടെ ശുശ്രൂഷ ഈ യാഗാദി കർമ്മങ്ങൾ അർപ്പിക്കുക എന്നുള്ളതല്ല, ദൈവത്തോട് നേരിട്ട് സംസാരിക്കുകയും ആ കൽപ്പനകൾ ഏറ്റുവാങ്ങുകയും അഹ്റോന് പട്ടം കൊടുക്കുകയും അഹ്റോൻ്റെ അഭിഷേകം ചെയ്യുകയും ഒക്കെ ചെയ്തത് മോശയാണ്. മോശയുടെ പൗരോഹിത്യ ശുശ്രൂഷയും അഹ്റോൻ്റെ ശുശ്രൂഷയും വ്യത്യസ്തമാണെന്ന് മാത്രം. അഹ്റോൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കേണ്ട ആളാണ്. അതിനുശേഷം പിന്നീട് ആ സ്ഥാനത്ത് വരുന്ന മഹാപുരോഹിതന്മാരും അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അവരുടെ വേഷവിധാനങ്ങളെക്കുറിച്ച് ഈ മഹാപുരോഹിതൻ്റെ വേഷവിധാനം ഇതായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന് ഒരു പുറംകുപ്പായമുണ്ട്. അതിൽ 3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്ന്, അകമേ ധരിക്കുന്ന കൈയില്ലാത്ത നേരിയ വെള്ളത്തുണി കൊണ്ടുള്ള ഒരു കുപ്പായമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ നീതിയെ അത് സൂചിപ്പിക്കുന്നതായിരുന്നു. ആ വെള്ള വസ്ത്രം അവിടെ, അതിനു മീതെ നീല നിറത്തിലുള്ള ഒരു സ്ഥാനവസ്ത്രം കൂടെ ധരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിയിലെ വിളിമ്പിൽ ചുറ്റിലും മാതളപ്പഴവും മണികളും അലങ്കാരപ്പണികളുമായി തുന്നിച്ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ആ നീല നിറം ആകാശത്തെയും സ്വർഗീയമായ സാന്നിധ്യത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനിടയിലുള്ള മാതളപ്പഴങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെയും ഫലങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. 2, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെയും ഫലങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. ഇത് പുതിയ നിയമത്തിൽ അതാണ് അതിൻ്റെ ആ മാതളപ്പഴം അല്ലെങ്കിൽ ആ ഫലങ്ങളെ അവിടെ കാണിക്കുവാനുള്ള കാരണം അതാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ ഈ വരങ്ങളും ഫലങ്ങളുമെല്ലാം ഒന്ന് ചേർന്നിരുന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും നമ്മിൽ ഒരേപോലെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ നീലക്കുപ്പായത്തിൻ്റെ പുറത്ത് അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി മറ്റൊരു ഒരു മേൽവസ്ത്രമുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഏഫോദ്. ഈ ഏഫോദിൽ ഉണ്ടായിരുന്നത് 3 കാര്യങ്ങളാണ് ഏഫോദിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ ആലേഖനം ചെയ്യപ്പെട്ട 2 തോൾ ഫലകങ്ങൾ ഈ ഏഫോദിലുണ്ട്. അപ്പോൾ 2 ഇസ്രായേൽ ഗോത്ര സംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലുകൾ പതിച്ച് മാറിലണിയുന്ന ഫലകമാണത്. ഏഫോദിൻ്റെ അതിൻ്റെ കീശയിൽ 2 ഉറീമും തുമ്മീമും എന്നു പേരുള്ള 2 കല്ലുകളുണ്ട്. അതാണ് ദൈവഹിതം അറിയാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ദൈവസ്ഥാനത്തിൽ പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിലെ ഗോത്രപിതാക്കന്മാരെയും ഗോത്രങ്ങളെയും തൻ്റെ മാറിൽ അല്ലെങ്കിൽ തൻ്റെ തോളിൽ താൻ വഹിച്ചുകൊണ്ട് ദൈവസ്ഥാനിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ തോൾ ഫലകങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നതും അവരുടെ പേരുകൾ അവിടെ കൊത്തിവെച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ അതിൻ്റെ മാറിൽ ഇസ്രായേൽ ഗോത്രത്തിൻ്റെയൊക്കെയും പേരുകൾ എഴുതി വയ്ക്കുകയാണ്. ആ ജനസമൂഹത്തെ മുഴുവനും ദൈവസന്നിധിയിൽ ഓർക്കുന്നതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അപ്രകാരം ഇത് ചെയ്തു വന്നിരുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മെ സഹായിക്കുന്ന ഒന്ന്, ക്രിസ്തുവിൻ്റെ ശക്തിയാണ് പുതിയ നിയമത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. 2, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, നമ്മെ കരുതുന്നതായ ദൈവസ്നേഹം. 3, നമ്മളെ വഴി നടത്തുന്നതായ ദൈവികമായ ജ്ഞാനം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി, സ്നേഹം, ജ്ഞാനം ഇവ 3മാണ് പുതിയ നിയമത്തിൽ ഇവ നമ്മെ ഇത് സൂചിപ്പിക്കുന്നത്. 1 തീമോത്തിയോസ് 1:7
ദൈവാത്മാവ് ഇന്ന് നമ്മിലേക്ക് കൊണ്ടുവരുന്ന ഈ 3 ഗുണങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങളത് വായിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടികളെ തോളിൽ വഹിച്ച് നമ്മൾ നടക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ തൻ്റെ തോളിൽ വഹിച്ച് ദൈവസന്നിധിയിൽ മഹാപുരോഹിതൻ ആയിരിക്കുന്നതായൊരവസ്ഥ. ഇന്നും പൗരോഹിത്യത്തിൻ്റെ ലക്ഷ്യമിതാണ്. ജനങ്ങളുടെ ഭാരങ്ങളെ തങ്ങളുടെ തോളിൽ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആ ജനത്തിനു വേണ്ടി ത്യാഗം സഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ വലിയ അനുഭവമാണ് പൗരോഹിത്യത്തിനുള്ളത്. എന്നാൽ ഇന്ന് അതൊക്കെ ഇത് മാറിയിട്ട് വെറും കർമ്മ അനുഷ്ഠാനങ്ങളായി മാത്രം എല്ലാം മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ടെന്ന് നമുക്കറിയാം. ഇത് മാറട്ടെ. ഈ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുവാനാണ് ദൈവം പൗരോഹിത്യത്തെ ഈ ഭൂമിയിൽ നിയമിച്ചിട്ടുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനിയും ഈ മഹാപുരോഹിതൻ്റെ തലയിൽ പൊന്നുകൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രണം ചെയ്ത ഒരു കിരീടം, ഒരു തലപ്പാവ് ചേർത്ത് അവനത് ധരിക്കേണ്ടതാണ്. ഇത് ഇസ്രായേൽ മക്കളുടെ വിശുദ്ധ വഴിപാടുകളെ ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹറോൻ വഹിക്കേണ്ടതിനാണ്. നമ്മുടെ വിശുദ്ധ വഴിപാടുകളിൽ പോലും പാപമുണ്ട് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടുകൂടി നമ്മൾ ആത്മീയമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ധനസമ്പാദനത്തിന് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അംഗീകാരത്തിനൊക്കെ വേണ്ടി നമ്മൾ ദൈവവചനത്തെയോ ദൈവികമായ ശുശ്രൂഷയോടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ആ വിശുദ്ധിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാപമായിട്ട് അത് മാറുകയാണ്. അല്ലാതെ വഹിക്കുന്നതായ നമ്മൾ ചെയ്യുന്നതായ കുറ്റകൃത്യങ്ങളുടെ പാപങ്ങളുമുണ്ട്. ഇതൊക്കെ തോളിൽ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം അഹറോൻ അല്ലെങ്കിൽ ഈ മഹാപുരോഹിതൻ ആയിരിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ ഈ മഹാപുരോഹിതൻ അല്ലെങ്കിൽ പാപപരിഹാര ദിനത്തിൽ അദ്ദേഹം ഈ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു ലളിതമായ വസ്ത്രത്തോടു കൂടിയാണ് അതിവിശുദ്ധ സ്ഥലത്ത് താൻ പ്രവേശിക്കേണ്ടത്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ അലങ്കാരങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ജനങ്ങളുടെ മുൻപാകെ എത്താൻ നിൽക്കണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വിശുദ്ധമായ ലളിതമായ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വളരെ വിനയത്തോടും താഴ്മയോടും എളിമയോടും കൂടെ നമ്മൾ ആയിരിക്കേണ്ടതാണ്. എന്നാൽ ആ പുറത്തൻ അല്ലെങ്കിൽ ജനത്തിൻ്റെ മുൻപാകെ വരുമ്പോൾ ആ പൗരോഹിത്യ സ്ഥാനത്തിൻ്റെ പ്രൗഢിയും ആ പൗരോഹിത്യ സ്ഥാനത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും അവിടെ ആവശ്യമാണ് ജനത്തിന് അവരെ അംഗീകരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ദൈവസ്ഥാനത്തിൽ നമ്മൾ എപ്പോഴും വിനയവും താഴ്മയും എളിമയും ഉള്ളവരായിരിക്കുക എന്നാണ് ആ ലളിതമായ വസ്ത്രം അവിടെ സൂചിപ്പിക്കുന്നത്. അത് ഇപ്പോൾ ജനം കാണേണ്ടതില്ല. അതായത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ ഉപവാസവും നമ്മുടെ വേദവായന പഠനങ്ങളൊക്കെ ഈ ശുശ്രൂഷ രംഗങ്ങളിലുള്ളവരെ ജനത്തെ കാണിക്കേണ്ട കാര്യമില്ല. അത് ജനം കാണേണ്ട കാര്യങ്ങളുമല്ല. അത് വ്യക്തിപരമായി നടത്തേണ്ടതായ കാര്യങ്ങളാണ്. എന്നാൽ അവിടെ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ് ഒരു പുറത്തേക്ക് വരുമ്പോൾ അവരിലുള്ളതായ ആ ശക്തി അത് ജനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നേരം വല്ല അലങ്കാരങ്ങളുള്ളതായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ജനത്തിൻ്റെ ഇടയിൽ അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ പൗരോഹിത്യ ധർമ്മം പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ അവിടെ നിർവഹിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മറ്റ് യാഗാദി കർമ്മങ്ങളൊക്കെ പുരോഹിതന്മാരും അവിടെ ചെയ്തു വന്നിരുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവാണ് മഹാപുരോഹിതൻ. നമ്മളെല്ലാവരും ആ പൗരോഹിത്യത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് നമുക്കറിയാം. പിന്നെ ഇപ്പോൾ ഉള്ള വൈദികരോ മേൽപ്പട്ടക്കാരോ പട്ടക്കാരോ ഒക്കെ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ പൗരോഹിത്യത്തിന് വേണ്ടി മാത്രം, പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ തോളിൽ കഷ്ടപ്പെടുന്നവരെ, വേദന അനുഭവിക്കുന്നവരെ നമ്മുടെ തോളിൽ വഹിച്ചുകൊണ്ട് ദൈവസ്ഥലത്തിലായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മിലെ പൗരോഹിത്യത്തിൻ്റെ ആ പൂർണ്ണത നമുക്കും ഈ സമൂഹത്തിനും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും പൗരോഹിത്യം മറ്റുള്ള സാധാരണ ജനത്തിൻ്റെ തോളിനൊരു ഭാരമായി മാറുന്ന അവസ്ഥയിലേക്ക് ഇന്ന് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ജനത്തിൻ്റെ ഭാരങ്ങളെ തോളിൽ വഹിക്കേണ്ടതിന് പകരം ജനത്തിന് ഭാരമായി മാറുന്ന ഒരു അനുഭവം അത് മാറിയിട്ട് എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ പൗരോഹിത്യം കൊണ്ടും അല്ലെങ്കിൽ ശുശ്രൂഷയുള്ളത് എല്ലാ സഭകളെയും നോക്കിയാലും ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കിടയാവണം. ഇന്നത്തെ ഈ മഹാപുരോഹിതൻ്റെ വേഷങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് പുതിയ നിയമവും നമ്മളും കർത്താവുമായുള്ള ഒരു ദിവ്യ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം.
എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.